ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് 2024 ഉപജില്ലാ തലം ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഏത് വിഖ്യാത മലയാള നോവലിസ്റ്റിൻ്റെ ആദ്യ അധ്യായത്തിലെ വരികളാണിത്? അങ്ങനെ പടർന്നു പന്തലിച്ച മാവുകൾക്കിടയിൽ 4-5 ഏറുമാടങ്ങളുടെ നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടേ കരുതിയിരിക്കാം. അങ്ങനെ പടർന്നു പന്തലിച്ച മാവുകൾക്കിടയിൽ 4-5 ഏറുമാടങ്ങളുടെ നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടേ കരുതി കാണണം. വരും വരായ്മകളുടെ ഓർമ്മകളിലെവിടെയോ ആ മാവുകളുടെ ജരയും ദീനതയും കണ്ട് ഹൃദയസ്ഥമായി തീർന്നതാണ്. ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം, OV വിജയൻ. ഭാരതത്തിന്റെ അഭിമാനമായി മാറിയ വിനേഷ് ഫോഗട്ടിന് ഗുസ്തിയിൽ എത്ര കിലോഗ്രാം വിഭാഗത്തിലാണ് അയോഗ്യത സംഭവിച്ചത്? 50 കിലോഗ്രാം വിഭാഗത്തിൽ. ഇന്ത്യൻ പാർലമെന്റ് 2 സഭകളുണ്ടല്ലോ, ഇവ രണ്ടും സംയുക്ത സമ്മേളനവും ചേരാറുണ്ട്. 1962 ആദ്യമായി രാജ്യസഭയും ലോകസഭയും സംയുക്ത സമ്മേളനം വിളിച്ചത് പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനായിരുന്നു. ഏതാണ് ആ വിഷയം? സ്ത്രീധന നിരോധന നിയമം. കേരള മുഖ്യമന്ത്രിയായി 5 വർഷം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷന്റെ പേര് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. വൺ ഹു ലവ്സ് മാൻകൈൻഡ് ഈസ് കോൾഡ് എ ഡാഷ്. ഉത്തരം ഫിലാന്ത്രോപ്പിസ്റ്റ്. 1950 വയനാട് ജില്ലയിലെ കമ്മനയിൽ ജനിച്ചു. കൗമാരകാലത്തു തന്നെ കാർഷിക വൃത്തിയിൽ സജീവമായി. വയനാട്ടിൽ അന്യം നിന്നു പോകുമായിരുന്ന നെൽവിത്തുകൾ ശേഖരിച്ച് സംരക്ഷിച്ചു വരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാൻ ജിനോം സേവിയർ അവാർഡ്, പത്മശ്രീ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചു. ആരെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് എന്നറിയാമോ? ചെറുവയൽ രാമൻ, തലക്കര ചെറിയ രാമൻ. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തിലേക്ക് മത്സരിച്ച ആദ്യ മലയാളി VR കൃഷ്ണയ്യർ. ഇന്ത്യയിൽ ഏത് സമര നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിന് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തണ്ടർബോൾട്ട്? ക്വിറ്റ് ഇന്ത്യ. ഓരോ ചുഴലിക്കാറ്റും ഇപ്പോൾ ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. കൂട്ടുകാർ അക്ഷരമുറ്റത്തിൽ വായിച്ചിരിക്കുമല്ലോ. എന്നാൽ ആദ്യകാലത്ത് ഇവയെല്ലാം പൊതുവായ ഒരു പേരായിരുന്നു. ചുഴലിക്കാറ്റിൻ്റെ മാരകരൂപമായ സൈക്ലോൺ എന്നായിരുന്നു ആ പേര്. ലോകത്തെമ്പാടും അംഗീകരിക്കപ്പെട്ട ആദ്യ പേരാണിത്. ഈ പേര് നിർദ്ദേശിച്ചതാരാണ്? ഇംഗ്ലീഷ് കപ്പിത്താൻ ഹെൻറി പിഡിംഗ്ടൺ. സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരുടെ രക്ഷാദൗത്യത്തിന് ഉപയോഗിച്ച നാവികസേനയുടെ പടക്കപ്പൽ INS സുമേധ. ചിത്രത്തിൽ കാണുന്ന ഓപ്പറേഷൻ ഹാൻഡ് മോണുമെന്റ് ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ്? ചണ്ഡീഗഡ്. ലൈഫയുടെ പൂർണ്ണരൂപമെന്ത്? ലൈറ്റ് ഫെഡലിറ്റി. 2024 രാജ്യാന്തര ബുക്കർ പുരസ്കാരം ജർമ്മൻ എഴുത്തുകാരി ജെന്നി എർപ്പൻബെക്കിന് ലഭിച്ചു. സമ്മാനത്തുകയായ 80,000 പൗണ്ട് അവർക്കും വിവർത്തകനായ മീക്കായേൽ ഹോഫ്മാനും തുല്യമായി നൽകി. പുസ്തകത്തിൻ്റെ പേരെന്ത്? കെയ്റോസ്. ചിത്രത്തിൽ കാണുന്നത് കേരളത്തിൽ നടന്ന ഒരു ഐതിഹാസികമായ സമരത്തിൻ്റെ സ്മാരകമാണ്. ഏത്? കുളച്ചൽ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് എത്രാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 42ാം ഭേദഗതി, 1976. ChatGPTക്ക് ബദലായി ഗൂഗിൾ ആരംഭിച്ച ചാറ്റ്ബോട്ട് സംവിധാനം ജെമിനി. നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക വിസിലിൻ്റെ പേരെന്ത്? 30 kHz ആവൃത്തിയുള്ള ശബ്ദമായതിനാൽ അത് മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. ഉത്തരം ഗാൾട്ടൺ വിസിൽ. ചിത്രത്തിൽ കാണുന്ന സംവിധായകനെ തിരക്കഥാകൃത്തിനെ തിരിച്ചറിയുക. ആനന്ദ് ഏകർഷി. ഒരു പരീക്ഷയിൽ 60% കുട്ടികൾ വിജയിച്ചു. പരാജയപ്പെട്ട കുട്ടികൾ 240 ആയാൽ ആകെ എത്ര കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുത്തു? ഉത്തരം 600. ഇനി നമുക്ക് ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻസ് നോക്കാം. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കുന്ന മലയാളി താരം ആര്? സിദ്ധാർത്ഥ് ബാബു, പാരാഷൂട്ടിംഗ്. 2024 ലോക പുസ്തക തലസ്ഥാനം സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്.
മലയാളത്തിലെ ആദ്യ ബ്രെയിലി കവിതാ സമാഹാരം. പിന്നിട്ട വഴികളും വരികളും. അനീഷ് സ്നേഹയാത്ര. അന്തർദേശീയ ജനാധിപത്യ ദിനം സെപ്റ്റംബർ 15. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ താരങ്ങൾ. PR ശ്രീജേഷ്, മനു ബക്കർ.